Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് എബിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്ക് നടന്ന എല്ലാ പുതിയ ആപ്പിളിന്റെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പ് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമാണ് ആപ്പിളിന്റെ എല്ലാ അപ്ഡേറ്റ്സും ലീക്സും എല്ലാ കാര്യങ്ങളും റെഗുലറായിട്ട് വീക്കിലി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. സോ തുടക്കം തന്നെ നമ്മുടെ ഈ പറഞ്ഞ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.3 ഒരു ബേറ്റ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു ബേറ്റ ഡെവലപ്പേഴ്സിനും പബ്ലിക് ബേറ്റ ടെസ്റ്റേഴ്സിനും വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേഷൻ ചെയ്യാം. iOS 18.3 എന്നായിരിക്കും റിലീസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മിക്കവാറും ഈ ഒരു ജാനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി തുടക്കമായിട്ടായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു അപ്ഡേഷനിൽ. അതോടൊപ്പം തന്നെ നമുക്ക് വരാൻ പോകുന്ന ആപ്പിളിന്റെ സ്വന്തം സിസ്റ്റർ പെയറായിട്ട് വരുന്ന ഒരു കമ്പനിയാണ് ബീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ബീറ്റ്സിന്റെ പവർ ബീറ്റ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ഹെഡ്സെറ്റിന്റെ അല്ലെങ്കിൽ ഹെഡ്ഫോൺസിന്റെ 4 കളർ വേരിയന്റ് ഇപ്പോൾ ആപ്പിൾ ലീക്ക് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ലീക്ക് ചെയ്തില്ല, ഒരു iOS 18.3 കോഡിങ്ങിൽ നമുക്കുണ്ടായിരുന്നു. 4 കളേഴ്സാണ്. ഓറഞ്ച് വരുന്നുണ്ട്, ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, യെല്ലോ സാൻഡ് കളർ വരുന്നുണ്ട്. ഈ 4 കളേഴ്സിലാണ് ഈ പറയുന്ന ഹെഡ്സെറ്റ് വരാൻ പോകുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആപ്പിൾ വാച്ചിൽ കുറേയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. എസ്പെഷ്യലി കാർ ക്രാഷിൻ്റെ ഒക്കെ ആ ഒരു ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു വീക്കിൽ 55 ഇയർ ആയുള്ള ഒരു മാൻ ഈ പറയുന്ന ആപ്പിൾ വാച്ച് കിട്ടിയോണ്ട് മാത്രം ലൈഫ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ആപ്പിളിന് ആ ഒരു താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു. കാരണം കാർ ഇടിച്ച സമയത്ത് ഈ ഒരു ആപ്പിൾ വാച്ച് ഉണ്ടായതുകൊണ്ട് തന്നെ ക്രാഷ് ഡിറ്റക്ഷൻ ഡിറ്റക്ട് ചെയ്യുകയും ആ ഒരു ക്രാഷ് അല്ലെങ്കിൽ ആ ഒരു സിനാരിയോ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് ആപ്പിൾ വാച്ച് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം 2025 ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്യൂരിയോസിറ്റിയോടെ നോക്കുന്ന ഒരു പ്രോഡക്റ്റാണ് iPhone SE 4th ജനറേഷൻ അല്ലെങ്കിൽ iPhone 16e എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് 4 പുതിയ ഗോർജസ് ആയ ഫിനിഷുകൾ ഉണ്ടാവുന്നതാണ് കിട്ടിയ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ iOS 19 ഒരു ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ക്യാമറ ആപ്പ് ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് ആയിരിക്കും ചെയ്യാൻ പോകുന്നതാണ് ജോൺ പ്രോസറിന്റെ ലീക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ആൻഡ് ഫൈനലി ഇന്ത്യയിൽ ആപ്പിൾ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്പിളിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി ഓരോ പ്രോഡക്റ്റുകൾ വാങ്ങിക്കേണ്ട. അതിന് പകരം ആപ്പിൾ സ്റ്റോറിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് എല്ലാ പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഏറ്റവും അത് ഓടി വന്നെന്ന് പറയുമോ, കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു, വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ആപ്പിൾ പേയും കൂടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ വാച്ച് കൊണ്ടും ഐഫോൺ കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഫ്രീഡം ടു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനില്ലേ അത് നമുക്ക് കൈവരിക്കും. സോ ആപ്പിൾ യൂസേഴ്സിന് ആപ്പിൾ പേയും കൂടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സീംലെസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ആൻഡ് ഇതേപോലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ആപ്പിൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെ നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഇസ് Yabin Sevia signing from Evika.